ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. God enabled us to witness blessed service and blessed testimonies. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ധാരാളം ശുശ്രൂഷകൾ കർത്താവ് വരും ദിവസങ്ങളിൽ നടത്തുന്നതിനായി കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിക്കാം. I praise God that in the coming days similar services are going to be conducted here. ആമേൻ. ഹല്ലേലൂയ. അല്പസമയ ദൈവവചന ധ്യാനത്തിനായിട്ട് And for today's meditation, 1 Samuel chapter 1 verse 19. 1 Samuel chapter 1 verse 19. 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. അതികാലത്ത് എഴുന്നേറ്റു യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച തിരുവചനത്തിനായി കർത്താവിന് മഹത്വം കരേറ്റുന്നു. let us praise God for the blessed verse that we have read. ഇവിടെ നമ്മൾ കാണുന്നത് ആമീൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആരാധിച്ചിട്ട്, അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ചിട്ട് ആരാധിക്കുക എന്നുള്ളതാണ് നമസ്കരിക്കുക എന്നുള്ളത്. And here in this verse we read that the entire family of Elkanah, they got up early in the morning, and when they went to worship the Lord, which basically means to fall down in his presence, to worship him. ആരാധിച്ചിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ, അവര് രാമയിൽ തങ്ങളുടെ വീട്ടിൽ പോയി എന്നാണ് കാണുന്നത്. And then there further when we read, we see then they returned home to Ramah. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ശമൂവേലിൻ്റെ വീടായിരുന്നു രാമ എന്നുള്ളത്. We know that from the word of God. We understand that Samuel grew up, or he lived in Ramah. ഷീലോയിൽ വന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് അവർ എവിടെ എഴുതിയിരിക്കുന്നത് ദൈവസന്നിധിയിൽ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആരാധന കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി എന്ന് വായിക്കും. And then we know that they came into Shiloh they got up early in the morning, came into Shiloh to worship God, and then they returned back home to Ramah. എത്ര നല്ല ഒരു സ്തോത്രം അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹന്നായുടെ ശമൂവേലിൻ്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And when we read this, we understand that how blessed is this experience that they have done here, that they got up in the morning, they came to worship the Lord. How blessed is that routine. ആമേൻ. നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തിൽ തലമുറകളില്ലാതിരുന്ന് പിന്നെ തലമുറകളെ ലഭിച്ച വ്യക്തികളെ നമുക്ക് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരും. We know that when we read the word of God, there are several characters who did not have a child initially, but then God blessed them with a child. തലമുറകളില്ലാതിരുന്ന് ലഭിച്ച പല വ്യക്തികളുണ്ട്. എന്നാൽ സ്തോത്രം, 1-2 വ്യക്തികളുടെ കാര്യങ്ങൾ വാക്കുകൾ ഓർപ്പിച്ചിട്ട് ഈ വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. And there are several characters whom we know they did not have child, but today we would like to remember couple of those characters for today's meditation. തലമുറകളില്ലാതിരുന്ന ബൈബിളിൽ പിന്നീട് ദൈവം അത്ഭുതം ചെയ്ത 1-ാമത്തെ വ്യക്തിയാണ് സാറ എന്നുള്ളത്. We know the first person whom God blessed with a child was Sarah. സാറായിക്ക് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ പാഠമുണ്ട്. And then we do have a spiritual lesson to be learned from her. ദൈവം വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നു എന്നാണ് സാറ നമുക്ക് തരുന്ന സ്പിരിച്വൽ ആത്മീയ പാഠം. So that spiritual lesson that we learn from the life of Sarah is that God answers prayers. ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിച്ചു എന്നുള്ളതാണ് സാറായുടെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവവചനം നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. And through the life of Sarah we get the spiritual lesson that God fulfills his promises, whatever he has promised. അബ്രഹാമിനും സാറായും മക്കളില്ലായിരുന്നു. പിന്നെ ദൈവം തലമുറയെ കൊടുക്കുമ്പോൾ അവരോട് കുടുംബത്തോടുള്ള ബന്ധത്തിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയായിരുന്നു എന്ന് ദൈവവചനം നമ്മെ ഗ്രഹിപ്പിക്കുന്നു. And to the word of God, when we read, we understand that Abraham and Sarah, they did not have children, but then God promised them to give a child, and God fulfilled that promise in their life. പിന്നീട് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാം, തലമുറകളില്ലാതെ ഇരുന്ന് പിന്നെ തലമുറ ലഭിച്ച വ്യക്തിയാണ് റെബേക്ക. And then the second character who was blessed with a child was Rebecca. റെബേക്കയ്ക്ക് മക്കളില്ലായിരുന്നു.
ആമേൻ വളരെ നാൾ പ്രാർത്ഥിച്ചു, ദൈവം തലമുറയെ കൊടുത്തു. We know that Rebecca was childless. She prayed for a very long time and God blessed her with children. അപ്പോൾ റെബേക്ക നമുക്ക് തരുന്ന ഒരു ആത്മീയ പാഠമുണ്ട്. So what spiritual lesson does Rebecca give us? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിപ്പിക്കാതെ ഓർപ്പിക്കുകയാണ്. And the verse that we read there concerning Rebecca, റെബേക്ക അവർ പറയുന്ന ഒരു വാക്കുണ്ട്. and there is a word, or there is a sentence or statement that she says, അവർ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞ ഒരു വാക്ക് ബൈബിളിലുള്ളത് ഞാനങ്ങ് പറയാം. and a conversation that Isaac and Rebecca had that we would like to remind you today. വളരെ നാൾ മക്കളില്ലാഞ്ഞ് ലഭിച്ചപ്പോൾ അവർ പറയാണ് ദൈവം പ്രാർത്ഥന കേട്ടു എന്നാണ് അവർ പറയുന്നത്. And then they did not have children for a very long time, but after they were blessed with children, the husband and wife, they spoke to each other saying that God answered our prayer. അപ്പോൾ ആ കുടുംബം നമുക്ക് തരുന്ന ആത്മീയ പാഠമെന്ന് പറയുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. So the spiritual lesson that family gives us is that there is a God who answers prayers. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉയരത്തിലുള്ളതിനാൽ കരങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി And ലോർഡ്. even in our issues, in our trials that we face, we have a God who answers our prayer, and for that let's praise God. മൂന്നാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ തലമുറകളില്ലാതെ ഇരുന്ന് വളരെ നാളില്ലാതിരുന്ന് ലഭിച്ച വ്യക്തിയാണ് റാഹേൽ. And then we know that Rachel, she was childless as well. റാഹേല് യാക്കോബ് റാഹേല് പറയുന്ന ഒരു സാക്ഷ്യം ബൈബിളിൽ ഒരു വാക്യമുണ്ട്. And there is a testimony, or there is a statement that Rachel utters at that time. അത് സാറാ പറഞ്ഞത് റെബേക്ക പറഞ്ഞതൊന്നുമല്ല. And it is not something that Sarah or Rebecca had said. ആ കുടുംബം അവര് പറഞ്ഞത്, റാഹേല് പറഞ്ഞത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്ര വാക്ക്, ആമേൻ, ദൈവത്തിന്റെ മഹത്വം, ദൈവം എൻ്റെ നിന്ന മാറ്റിയെന്നാണ്. ദൈവത്തിന് സ്തോത്രം. And then Rachel, when she was blessed with a child, she said that God removed my shame. എത്ര പേരെന്ന് പോയാൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിന് How many of you are willing to pay attention to the word of God? സാറാ തരുന്ന ഒരു ആത്മീയ പാഠമുണ്ട്. And we have a spiritual lesson that Sarah gave us. റെബേക്ക തരുന്ന ഒരു ആത്മീയ We have a പാഠമുണ്ട്. spiritual lesson that Rebecca taught us. എല്ലാവർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ്. And all of them had different experiences. റാഹേല് പറയുന്നത് ദൈവം കഴിഞ്ഞ നാളുകളിൽ എൻ്റെ നിന്ന മാറ്റി എന്നുള്ളതാണ്. Whereas Rachel here says that God removed my shame. ആമേൻ, ഹല്ലേലൂയ. തലമുറകളില്ലാതിരുന്ന് തലമുറ നൽകിയ മറ്റൊരു വ്യക്തിയായിരുന്നു ആമേൻ സ്തോത്രം മനോഹയ്ക്ക് ദൈവം നൽകിയ സാംസൺ. ദൈവത്തിന് And then we know that another family who was childless, and that was Manoah and his family. They were blessed with Samson. അവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തപ്പോൾ അവര് ദൈവസന്നി പറഞ്ഞ ഒരു വാക്ക് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. And when they were blessed with children, there is something that they said. അവര് പറയാണ് ദൈവം ആമേൻ ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്നു, ഞങ്ങളുടെ കഷ്ടതകൾ മാറാൻ ഒരു തലമുറയെ തന്നെന്നാണ്. And they said that God alone does wonders, and he blessed us with this child so that he could deliver us from our misery. നമ്മൾ ഇപ്പോൾ 4 പേരുടെ കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു. So we have said about 4 people, 4 characters. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് എന്തും ആധാരമാണ്. So we know that word of God always acts as a foundation. ആമേൻ. 5ാമത്തെ വ്യക്തിയാണ് നമ്മളിപ്പോൾ വായിച്ച ഹന്ന പറയുന്ന മറുപടിയാണ്. And the 5th person, or the 5th character, is the verse that we read here. ദൈവത്തിന് സ്തോത്രം. ഹന്ന തരുന്ന ഒരു മറുപടി ഉണ്ട്. ദൈവത്തിന് And there Hannah says something. ദൈവം എനിക്കൊരു മകനെ നൽകി. ദൈവത്തിന് And സ്തോത്രം. she says that God gave me a son. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അത് ഒരു അത്ഭുതം പോലെയാണ് ഓർപ്പിക്കുന്നത്. And she says that with joy, because that was a miracle. ആമേൻ. ദൈവത്തിന് മഹത്വം. ആമേൻ സ്തോത്രം. ശൗമേൽ ആമേൻ ആ കാലഘട്ടത്തിൽ അതൊരു അനുഗ്രഹമായി മാറി. And we know that Samuel in his later life turned out to be a blessing in that generation. അപ്പോൾ കഴിഞ്ഞ നാളിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ തലമുറകളെ നൽകിയത് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഓരോ വിഷയങ്ങളുടെയും മറുപടികളായിരുന്നു. And in the last years, whatever they had prayed for, God blessed them with a child. സാറാ പറഞ്ഞു വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണെന്ന്. And then Sarah said that it was God fulfilled the promise that he made. റെബേക്ക പറഞ്ഞു ദൈവം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി തന്നതാണ്. We know that Rebecca said that God answered my prayers. റാഹേൽ പറഞ്ഞു ദൈവം എൻ്റെ നിന്നയെ മാറ്റിയെന്ന്. And then Rachel said that God removed my reproach. ഹന്ന പറയുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു എന്ന്. And Hannah says that God did a miracle in my life. ഹന്ന നൽകിയ ആ പൈതല് ദൈവത്തിന് സ്തോത്രം ഒരു നവോത്ഥാനത്തിനും ഉണർവിനും ഇസ്രായേൽ
ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. We know that the child that Hannah was blessed with, which is Samuel, actually led to the revival and reformation in Israel. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്നായുടെ വേദനയുടെ അധ്യായമായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്. We know that 1 Samuel chapter 1, when we read, is something that is a prayer that Hannah makes for a son. ആ അധ്യായം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, രണ്ടാമതൊരു ചാപ്റ്റർ അവിടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. However, that chapter doesn't mark the end of her life. There's a new chapter that arose in her life. അങ്ങനെ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഷീലോഗിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. And the verse that we read said how they went to Shiloh and worshiped God and came back. Praise the Lord, hallelujah. അപ്പോൾ അവിടെ പറയുകയാണ് ശമൂവേൽ രാമയിലെ ഒരു പ്രവാചകനായിരുന്നു. And through that we understand that Samuel actually belonged to Ramah. ശമൂവേൽ എന്ന് പറഞ്ഞ പ്രവാചകന്റെ വീട് രാമയായിരുന്നു എന്ന് നമുക്ക് കാണുന്നു. We know that through this we understand that Samuel's household or Samuel belonged in Ramah. രാമ എന്ന വാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. And concerning the word Ramah, there are several things said in the word of God. ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, അവന്റെ വീട് രാമയായിരുന്നു. Through this verse we understand that Samuel belonged to Ramah. 1 ശമൂവേൽ 7-16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read 1 Samuel chapter 7 verse 16 and 17, 7-16-17 വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രം. അവൻ ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ശമൂവേൽ ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ചു. and here we read that every year Samuel used to go around Bethel, Gilgal and then Mizpah, and then he would return back. ഇസ്രായേലിന്റെ ചില പ്രത്യേക സ്ഥലങ്ങളാണ് ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ഇവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് അവൻ ന്യായപാലനം ചെയ്തിട്ട് രാമയിൽ തന്റെ വീട്ടിൽ മടങ്ങിപ്പോരും. And these are all the special places that are in Israel. He used to travel these places and judge the people of Israel over there and then return back to his home at Ramah. ദൈവത്തിന് സ്തോത്രം. അവൻ ഗിൽഗാലിൽ പോയാലും ബഥേലിൽ പോയാലും അവൻ മിസ്പയിൽ പോയാലും തിരിച്ച് അവന്റെ വീട്ടിൽ രാമയിൽ വന്നാണ് അവൻ വിശ്രമിക്കുന്നത്. And wherever he used to go, like Bethel, Gilgal or Mizpah, he used to return back to his home. Praise the Lord. ഞാൻ എന്തിനാണ് പറയുന്നത്? ആദിമഭക്തന്മാരുടെ അനുഭവങ്ങളെ വേദപുസ്തക ചരിത്രത്തിൽ ഓർപ്പിക്കുക. So through the word of God we understand the history or the life that these saints of God used to live. നമുക്കറിയാം വലിയ ശുശ്രൂഷകളാണ് ശമൂവേൽ ചെയ്തിരുന്നത്. We know that Samuel had to do a lot of ministries. ഈ സ്ഥലങ്ങളൊക്കെ ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ ദൈർഘ്യമുള്ള സ്ഥലങ്ങളായിരുന്നു. And these places are all have a geographical importance. എങ്കിലും അവൻ തിരിച്ച് രാമയിൽ വന്ന് വിശ്രമിക്കുമായിരുന്നു. However, no matter how far it was, but still he used to come back to Ramah. ഞാൻ അല്പ ദൈവവചന സ്റ്റഡിയും കൂടെ ഓർപ്പിക്കുകയാണ്. And through the word of God also let us see what it means. ആമേൻ സ്തോത്രം. 1 ശമൂവേൽ 8-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. And let's read 1 Samuel chapter 8 verse 4. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചു കൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കിലേക്ക് വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു. അവിടെ മതി ദൈവത്തിന് സ്തോത്രം. അവിടെ ശമൂവേലിന്റെ അടുക്കൽ അവിടെ എഴുതിയിരിക്കുന്നത് വന്ന് കാര്യം പറയുന്നതായിട്ട് കാണുന്നുണ്ട്. And here in verse 4 we read that all the elders they used to gather at Ramah to discuss matters with Samuel. നോക്ക, ഇസ്രായേലിലുള്ള എല്ലാവരും കൂടി വരുന്ന ഒരു സ്ഥലമായിരുന്നു രാമ. So that place Ramah was a place where people used to come together and discuss matters. 1 ശമൂവേൽ 15-34 വാക്യത്തിൽ അതിന്റെ ആരംഭവാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 Samuel chapter 15 verse 15-34 വാക്യം. Chapter 15 verse 34. പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി ശൗലിന്റെ ഗിബയിലെ അരമനയിലേക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് ശാമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചിട്ട് രാമയിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. And there we read that Samuel addressed the counsel of God to the people there, and then he returned back home to Ramah. Praise the Lord. വലിയ ശുശ്രൂഷകൾ ചെയ്തിട്ട് തിരിച്ച് രാമയിലേക്ക് പോയി. And he did great ministries for the Lord and he returned back to Ramah. ഇനി 1 ശമൂവേൽ 16-13 വാക്യത്തിലേക്ക് വന്നാൽ 1 Samuel chapter 16 verse 13. അവിടെ എഴുതിയിരിക്കുന്നത് ദാവീദിനെ അഭിഷേകം ചെയ്തിട്ട് പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച്
ആമേൻ ഹല്ലേലൂയ രാമയിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. And even there we read that Samuel anointed David and then he returned back to Ramah. ദൈവത്തിന് സ്തോത്രം. ആമേൻ രാമ എന്ന് പറയുന്നത് അവന്റെ ഭവനമായിരുന്നു. So we understand that that is where Ramah is the place where Samuel belonged to. ആമേൻ ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്? And why are we reminding you these things? ആദിമ ഭക്തന്മാരുടെ ചരിത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത്. And these are all the history or the life of the saints of God. 1 ശമൂവേൽ 25:1 ശമൂവേൽ മരിച്ചപ്പോൾ രാമയിൽ അവനെ അടക്കി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And we in the book of in 1 Samuel chapter 25 when we read we see that Samuel died and he was being buried in Ramah. ആമേൻ ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു ശുശ്രൂഷ നല്ല ഒരു അന്ത്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And there we understand that he had a good testimony, he had a good ministry to be done, and then he lived well and then he died. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. And this is we have to also remember when we are ministering for the Lord. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഭവങ്ങളെ ദൈവം നൽകാൻ ശക്തനാണ്. That our God is able to give us good experiences in our life. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആമേൻ സ്തോത്രം. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലും അവൻ രാമയിലായിരുന്നു. And even at the end time of his life he was still at Ramah. അനേക വിശുദ്ധന്മാർ നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. And there are several saints who are going ahead of us. അനേക നല്ല വിശുദ്ധന്മാരുടെ മാതൃക നമുക്ക് അനുകരണമാണ്. And then we have several examples set by the saints of God to follow. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമും ആമേൻ നമ്മുടെ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. And we are also running on our track to achieve that. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവുമായിട്ട് വീണ്ടും ഒരുമിച്ച് മുഖാമുഖം കാണാമെന്നുള്ളത്. However, we have this great hope in our heart that we will see our God face to face one day. ഈ ഭാഗം വായിച്ചപ്പോൾ നമ്മുടെ ഭാവി പ്രത്യാശയെ നമുക്ക് തട്ടി ഉണർത്താൻ കഴിയും. And when we read this verse we can also just refresh the future hope that we have. ആമേൻ സ്തോത്രം. ഉയർപ്പിന്റെ ശരീരത്തിൽ ദൈവമക്കുള്ള പ്രത്യേകതയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. And in the word of God we understand the qualities or peculiarities of our transformed body. നമുക്ക് കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കാൻ കഴിയും. And we can see our God face to face and worship him. നമുക്ക് ടച്ച് ചെയ്ത് അനുഭവിച്ചറിയാൻ കഴിയും. And we can touch and feel some things and experience certain things. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം കരങ്ങളുയർത്തി കർത്താവിനെ If you സ്തുതിക്കുക. have that hope, just lift your hands and praise God. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഒരു ഭാഗം മാത്രം ഓർപ്പിക്കുകയാണ്. And we would like to remind you something. ഉയർപ്പിന്റെ ശരീരത്തിൽ 7 വിധ പ്രത്യേകതകളുണ്ട്. And there are 7 peculiarities in our transformed body. പരസ്പരം അറിയാൻ കഴിയും. That we can know each other. വേദശാസ്ത്രപരമായി നമ്മൾ ചിന്തിച്ചാൽ ആമേൻ അവിടെ ഭക്ഷിപ്പാൻ കഴിയും. And if through the word of God when we read we understand we can feast there. കർത്താവിന്റെ മുഖം കണ്ട് ആരാധിപ്പാൻ We കഴിയും. can look onto our God's face and worship him. പക്ഷേ ആത്മീയമായ വിണ്മയമായ ശരീരമല്ല, ആത്മീയ ശരീരത്തിലായിരിക്കും. However, we will be in our transformed body and not these mortal bodies. അപ്പോൾ ഉയർപ്പിന്റെ ശരീരത്തിൽ നമുക്ക് ദൈവം തരുന്ന അതിമനോഹരമായ അനുഭവങ്ങൾ ഭൂമിയിൽ കർത്താവ് ഓർപ്പിച്ച ചില ഭാഗങ്ങളുണ്ട്. We know there are verses wherein God reminded us of all those blessed heavenly experiences. ഇന്ന് പകൽ അതൊരു വലിയ ദൈവ എസ്കറ്റോളജി ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. However, that's an altogether separate topic. We would not like to go into it. എങ്കിലും ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ വലിയ പ്രത്യാശ ദൈവം തന്നത് ഓർത്ത് കാര്യങ്ങളോർത്ത് ദൈവത്തെ I praise സ്തുതിക്കാം. God for that great hope that God has placed in our heart. ലോകത്തിലൊരു ആമേൻ സ്തോത്രം വ്യക്തികളും ആമേൻ പറയാത്ത പ്രത്യാശ തന്നിട്ടാണ് നമ്മുടെ കർത്താവ് പോയത്. And our God has given us that great hope that doesn't belong to any worldly man. ഒലുമല വിളിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. We know that our Lord Jesus said that I shall come back, return back as I'm going. ശിഷ്യന്മാർ വളരെ വിട്ടുപിരിഞ്ഞപ്പോൾ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുമ്പോൾ അല്ല നിങ്ങൾ എന്നെ ഇനി വീണ്ടും കാണും. When the disciples were troubled in their hearts because they didn't want to leave Jesus, but that Jesus comforted them by saying that I shall return back. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ യേശു വിട്ടുപിരിഞ്ഞത് അവർക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. We know that in the life of disciples they were extremely burdened because Jesus was leaving them. കർത്താവ് പറഞ്ഞു ദൈവത്തിന്റെ സ്തോത്രം ആമേൻ വീണ്ടും കാണുമെന്നുള്ള ഉറപ്പ് കർത്താവ് നൽകുവാനിടയായി. However, we know that Lord Jesus strengthened their hearts by saying that he shall return back. ആമേൻ. അവർ നോക്കി നിൽക്കുമ്പോൾ ഒരു മേഘം അവനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. And we know that just as they were looking, a cloud came down and lifted our Lord Jesus up. ഒരു മേഘം അവനെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വായിക്കുന്നത് ഇനി അവൻ മേഘാരൂഢനായി വരും. And that is a resemblance of how
he's going to come back again. അപ്പൊ ഏത് മേഘം കർത്താവിനെ കൊണ്ടുപോയോ സമയമാകുമ്പോൾ ആ മേഘം തിരികെ കൊണ്ടുവരും. And the cloud that took our Lord Jesus up into heaven, that same cloud would come down and bring him back into here. നമ്മൾ സക്രിയ പ്രവചനത്തിൽ വായിക്കുന്ന യഹോശാഫാത്ത് താഴ്വരയിൽ കർത്താവ് മാർച്ച് ചെയ്ത് വരുന്ന വിശുദ്ധന്മാരുമായി വരുന്ന ഒരു ദിവസമുണ്ട്. And in the word of God we read that in the valley of Jehoshaphat, that how Lord Jesus would come down with the saints. വിശുദ്ധന്മാർ ഈ ഭൂമിയെ വാഴും. And the saints would rule this world. നമ്മൾ ഈ ഭൂമിയെ 1000 ആണ്ട് വാമിൽ ഭരിക്കും. And we would rule this world for 1000 years. എത്ര പേർക്ക് ഇതുപോലെ അതിൽ പ്രത്യാശയുണ്ട്? How many of us have that hope? ആമേൻ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കുക. And since we have this great hope in our heart, let us continue to be holy just as our God is. ആമേൻ. ദുഃഖം നമുക്ക് ആമേൻ സ്തോത്രം വേർപാട് നമുക്ക് ഹൃദയത്തിൽ തളം കെട്ടുന്നതാണെങ്കിലും മറുഭാഗത്തെ പ്രത്യാശ ഓർക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മറന്നു പോകുവാനിടയാണ്. We know that separation from our loved one is surely a great trouble or problem, is surely a great trouble in our heart. However, when we consider the hope that we are going to meet them again, that should uplift our soul. വിശുദ്ധന്മാർ മറഞ്ഞു പോകുക എന്ന് പറയുന്നത്, And when we say that as the saints of God leave this world, എയർപോർട്ടിൽ യാത്ര ഇവിടുന്ന് അയക്കുകയാണ്. and then they are actually, imagine a scene wherein they're actually going through an airport. മറുഭാഗത്ത് അവിടെ സ്വീകരണമാണ്. On the other side, they are going to be welcomed. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത കഷ്ടമില്ലാത്ത നാട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. And they are going to be welcomed into that land where there is no cry, where there is no pain. ഈ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കട്ടെ. And may God fill our hearts with this blessed hope. ഇവിടെ നമ്മൾ വായിച്ചത് ശൗമേൽ രാമയിൽ അവനെ അടക്കി എന്നുള്ളതാണ്. And here we read that Samuel was buried in Ramah. ആമേൻ. രാമ എന്ന് പറയുന്നത് ഒരു കരച്ചിലിന്റെ ശബ്ദമായിരുന്നു. And then we know that this place was then turned into a place of sorrow. യിരെമ്യാ പ്രവചനം 31:15 ആമീൻ ഒരു പ്രവചനം കിടക്കുകയാണ്. ആമീൻ രാമയിൽ റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അപ്പോൾ രാമ എന്ന വാക്കിന്റെ അർത്ഥം കരച്ചിലിന്റെ ശബ്ദം എന്നുള്ളതാണ്. And then in the book of Jeremiah chapter 31 verse 15, when we read, we understand that Rachel is crying concerning her children. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. കരച്ചിലിന്റെ ശബ്ദത്തിലാണ് ആമീൻ അവൻ ജനിച്ചത്. സ്തോത്രം. And then it is during this time of sorrow that he was born. എത്ര ആമീൻ നോക്കുക, അവന്റെ മദർ ഹന്ന ആമീൻ കരയുന്ന വ്യക്തിയായിരുന്നു. And we know that Samuel's mom Hannah was a prayerful woman. She used to cry a lot. ആമേൻ. രാമ എന്ന് പറഞ്ഞാൽ കരച്ചിലിന്റെ സ്ഥലമാണ്. So we know that this place Ramah is actually a place of tears and sorrow. അപ്പോൾ നോക്കുക, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ഭവനത്തിൽ അവന്റെ മാതാവ് കരയുന്നവരായിരുന്നു. And we know that in Samuel's household his mom used to cry. അത് മാത്രമല്ല അവൻ ശൗമേൽ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം ആ കരച്ചിലിന്റെ ശബ്ദത്തിലാണ് ജനിച്ചത്. We know that Samuel was actually born in that household with the surrounded by the prayers of his mom. നമുക്ക് ഇതിൽ നിന്നൊരു ആത്മീയ സന്ദേശമുണ്ട്. And we have a spiritual lesson through this. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. കരച്ചിൽ കണ്ണുനീര് നമ്മളിൽ നിന്ന് മാറി പോകരുത്. That our tears should never leave our eyes. അത് പറയാനാണ് ഇത്രയും വേദഭാഗങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. And that is why we have reminded this verse. നമ്മുടെ കണ്ണുനീര് നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. That the tears that we shed for our families is truly a blessing. നമ്മുടെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമാണ്. And it's a blessing for our children. നമ്മൾ പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരിൽ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ കുടുംബം ഒരു അനുഗ്രഹം തന്നെയാണ്. And when you come in and go out, if you pray, you shed tears and pray, that will be a blessing for your family. ഇന്ന് പകൽ ആ കണ്ണുനീര് ഒരിക്കലും വിട്ടുപോകരുത്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ആത്മീയ ദൂത്. And this is the spiritual lesson or spiritual counsel that we would like to give you, that those tears, may they never leave our eyes. എന്തെല്ലാം ദൈവം നമുക്ക് തന്നാലും നമ്മുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ മാറിപ്പോകരുത്. അങ്ങനെയുള്ള ദൈവങ്ങളെ കർത്താവിനെ സ്തുതിക്കുക. No matter whatever our Lord blesses us with, but let not our tears leave our eyes. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉയർച്ച തന്നാലും ആ ദൈവമായിട്ടുള്ള കണ്ണുനീര് മാറാത്ത ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകൽ എനിക്ക് സന്തോഷമുണ്ട്. I praise God for those children of God who still have not left their eyes, whose eyes are not devoid of tears, no matter how much ever they are blessed on this earth. ശൗമേൽ ഉയർച്ചയുടെ കാരണം അവന്റെ മാതാവ് കരയും അവനും കരയുന്നവനായിരുന്നു. We know that Samuel was blessed in all ways because his mom cried, and even he used to cry and pray. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കണ്ണുനീരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കാനുള്ള നിന്റെ കണ്ണുനീര് ഒരു അനുഗ്രഹമാണ് നിന്റെ And you who are crying and praying unto God, this is what the Spirit of the Lord wants to say, that your tears shall be a blessing. ഈ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. രാമയിലെ ശൗമേൽ നമുക്ക് തരുന്ന ചില ആത്മീയ ദൂതുകളുണ്ട്. And then we do have some spiritual lessons that we can learn from Samuel. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ആലോചന എബ്രായ ലേഖനത്തിലേക്ക് വരാം. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിക്കാം. Let's read Hebrews chapter 11 verse 31. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ന്റെ 32-ാമത്തെ വാക്യം. പ്രൈസ് ദി Verse ലോർഡ്. 32. ഇനി എന്ത് പറയണ്ടു? ഗിദിയോൻ, ബാരാഖ്, ശിംശോൻ, യിപ്താ, ദാവീദ് എന്നിവരെയും
ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഇവിടെ എഴുതിയിരിക്കുന്നത് ലേഖനകർത്താവ് പറയുന്നത് സ്തോത്രം, ബാരാക്ക്, ശിംശോൻ, ഇബ്താഗ്, ദാവീദ്, ശൗമേൽ എക്സെട്ര ആയിട്ടിരിക്കുക മുതലായ പ്രവാചകന്മാരെ കുറിച്ച് സമയം പോരാ എന്നാണ്. And here in verse 32 we read that how much more do I need to say? It would take too long to recount the stories of the faith of Gideon, Barak, Samson, Jephthah, David, Samuel and all the prophets. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ വിശ്വാസവീരന്മാരുടെ ഒരു വലിയ നിരയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം. And here in the book of Hebrews chapter 11 when we read, we can see a long list, a long account of all the saints of God. വേദപണ്ഡിതന്മാർ ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേര് And the Bible scholars, they have given a name to this chapter. വിശുദ്ധന്മാരെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്ന വിശുദ്ധന്മാരെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്. That this is a chapter wherein all the saints of God who believe in God have been buried. ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസവീരന്മാരുടെ ഒരു വലിയ നിര ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. And then when we read this chapter, we understand that we can see a long account, a long list of all the saints of God. നമുക്കറിയാം ഭൂപരപ്പിൽ വലിയ സ്തോത്രം പല സ്ഥലങ്ങളും ചില അടക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. And we know that there are several places wherein all of these saints have been buried. വളരെ പ്രഷ്യസ് ആയ പല സ്ഥലങ്ങളുണ്ട്. And then there are also some very valuable or precious like places. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിലെ ഹല്ലേലൂയ വിശ്വാസവീരന്മാരെ സ്തോത്രം വിശ്വാസവീരന്മാരെ അടക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. This chapter, Hebrews chapter 11, is a chapter wherein all the saints of God have been buried. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശൗമേൽ ഒന്നാമതായി വന്നു. And we know that on this list it was Samuel whose name came the first. ഈ രാമേലിനെ ശമേലിനെ ദൈവം ഉയർത്തിയ ഒന്നാമത്തെ ഉയർച്ച എന്ന് പറയുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ശൗമേലിന്റെ പേര് വന്നു. And we know that the first ഒന്നാമതായി ശൗമേലിന്റെ പേര് അവിടെ വരുവാനിടയായി. And we know that in this list Samuel's name was first. വിശ്വാസവീരനായിരുന്നു അവൻ. And then we know that he was a warrior in faith. ശമൂവേലിന്റെ പുസ്തകം വായിച്ചാൽ പല കാര്യങ്ങളിലും ദൈവം തന്നെ ഏൽപ്പിച്ചത് വിശ്വാസത്തോടുകൂടി താൻ ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. When we read the book of Samuel, we see that God entrusted several great responsibilities onto Samuel and he did all of them with faith. ഇന്ന് പകൽ പല വിഷയങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളൊന്ന് തട്ടി ഉണർത്തിക്ക് നമുക്കൊരു വലിയ വിടുതലാണ്. And then when we face these trials and problems in our life, let us refresh the faith that we have and it will turn out to be a blessing in our life. നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലെ നമ്മളെ ഒരു വിശ്വാസ വീരമതിയാക്കി വിശ്വാസ വീരന്മാരാക്കി ദൈവം നമ്മളെ തീർക്കട്ടെ. And may God make us into that warrior of faith in all walks of our life. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താൻ ശത്രു എത്ര പരിശ്രമിച്ചാലും നാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ആ വിശ്വാസം നമ്മെ വിടുതലിലേക്ക് ആ കർത്താവിലേക്ക് നമ്മെ നടത്താനിടയായി തീരും. No matter how hard the devil tries to shake our faith, however, if we decide to stand firm in the Lord, then that shall surely be our deliverance and blessing. ഹല്ലേലൂയ. ഒരിക്കൽ പക്ഷേ നമുക്ക് ആരംഭത്തിലൊന്നും വിശ്വാസം കുറഞ്ഞവരായിരിക്കാം. Maybe initially we would not have that much faith. എന്നാൽ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച വിശ്വാസം പഠിപ്പിച്ച ഈ നിലയിൽ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. However, let's praise our God who has made us stand firm in this faith and who has taught us all these blessed things. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഗോതമ്പ് പോലെ പാറ്റാനൊക്കെ പത്രോസിനെ നോക്കിയ സമയത്ത് പത്രോസിന് വിശ്വാസമില്ലായിരുന്നു. We know that we read in the chapter wherein Lord Jesus said that Satan decided to winnow Peter as wheat. However, at that time Peter had lacked faith. എന്നാൽ പിന്നീട് ദൈവം ആ വിശ്വാസ വീരനാക്കി മാറ്റി. However, we know that later in his life God turned Peter into a warrior of faith. ഇവിടെ ശമൂവേൽ വിശ്വാസ വീരന്മാരിൽ ആമേന്റെ പട്ടികയിൽ അവൻ വരുവാനിടയായി തീർന്നു. And here we read that Samuel was also included into this list of saints. ആമേൻ. രണ്ടാമത് രാമേലെ ശമൂവേൽ നമുക്ക് തരുന്നതായ ഒരു ആത്മീയ സന്ദേശമുണ്ടായി. And the second lesson that Samuel teaches us is 99-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. 99-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. Psalms 91 verse 6. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും 99-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരമരുളി.
ഇവിടെ നമ്മൾ വായിക്കുന്നത് 99 സങ്കീർത്തനം 6 വാക്യത്തിൽ, And in Psalms chapter 99 verse 6, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ, അവിടെ എഴുതിയിരിക്കുന്നത് പുരോഹിതന്മാരിൽ മോശയുണ്ട്, അഹരോനുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം, പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ മോശയുടെ അഹരോന്റെ കൂട്ടത്തിൽ ദൈവം ചേർത്ത് പറയുകയാണ്, അവിടെ ശൗമേലും ഉണ്ട്. and there we read that they cried to the Lord for their help, and when Lord says that, God mentioned there that there was Moses and Aaron among his priests, and then he adds Samuel's name in that as well. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, മോശ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, അഹരോൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, ആ കൂട്ടത്തിൽ ഇവിടെ ശൗമേലിനെയും കൂടെ ചേർത്ത് പറയാണ്. And we know that Moses was a prayerful man, Aaron was a prayerful man, and onto them Samuel's name is also being added. അങ്ങനെയാണെങ്കിൽ ശൗമേൽ ഒരു വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു. So which means that Samuel was truly a prayer warrior. ഒന്നാമത് ഞാൻ പറഞ്ഞത് ശൗമേൽ ഒരു വിശ്വാസ വീരനായിരുന്നു. And firstly we meditated that Samuel was a warrior of faith. രണ്ടാമത് ശൗമേൽ ഒരു പ്രാർത്ഥനാ And വീരനായിരുന്നു. secondly he was a prayer warrior. പ്രൈസ് ദി ലോർഡ്. കാരണം തന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഞാൻ പറയാം. And let us see a verse where he prayed. ആ പെലസ്ത്യര് അവൻ ഇസ്രായേലിനോട് പടക്കെടുത്തപ്പോൾ ഇസ്രായേൽ പറഞ്ഞൊരു വാക്കുണ്ട്. And when we know that when the Philistines decided to fight against Israel, there is something that they said. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് ഇസ്രായേൽ ശൗമേലിനോട് പറയുവാനിടയായി. When they were about to go for the fight, Israelites actually said to Samuel that please don't stop praying for us. അപ്പോൾ നോക്കുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പെലസ്ത്യ ശക്തി അടുത്ത് വന്നപ്പോൾ ശൗമേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. We know that when Philistines were ready to attack Israelites, Samuel continued to pray for them. ഒരു വലിയ പെലസ്ത്യ ശക്തി തോൽക്കുവാനിടയായത് പ്രാർത്ഥന ഉയർന്നതുകൊണ്ടാണ്. And we know that the Philistines were defeated in that war because there was a praying Samuel. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം ചെയ്യുന്നതാണ്. And we read in the word of God that if we don't pray, then it is actually a sin. ആ പ്രാർത്ഥന എന്ന വരമുള്ള ദൈവമക്കളെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for all those children of God who pray. അപ്പോൾ ശമൂവേൽ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. We know that Samuel, who belonged to Ramah, was a prayerful man. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പെലസ്ത്യര്, അവിടെ എഴുതിയിരിക്കുന്ന പെലസ്ത്യർ ഒതുങ്ങി പിന്നെ ആ ദേശത്ത് വന്നില്ലെന്നാ വായിക്കുന്നത്. And we read that after that the Philistines were afraid to attack Israelites and they never approached them. എത്ര അന്ധകാര ശക്തി കടന്നു വന്നാലും അതിന്റെ നടുവിൽ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് ഒതുങ്ങി മാറും. And even in our life, no matter however hard devil tries to push all the power of darkness against our life, if we decide to pray, God shall take it away from our life. ശമൂവേലിന്റെ ഉയർച്ചയുടെ രണ്ടാമത്തെ കാരണം അവനൊരു പ്രാർത്ഥനാ വീരനായിരുന്നു. And the second reason why Samuel was honored among others is that because he was a prayerful man. ആമേൻ, ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേൽ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 Samuel chapter 3 verse 20. പെട്ടെന്ന് വായിക്കാം. 1 ശമൂവേൽ 3-ന്റെ 20-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വാസ പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേലിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. And in verse 20 we read, from Dan to in the north to Beersheba in the south knew that Samuel was confirmed as a prophet of the Lord. നോക്കുക, ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച കരഞ്ഞ് പ്രാർത്ഥിച്ച ആ മാതാവിന്റെ തലമുറ പോകുന്ന പോക്ക് കണ്ടോ? Just we can see that how God blessed Samuel because his mom prayed and she dedicated her son for the Lord. ഇതിന്റെ പിന്നിൽ വില കൊടുത്ത ഒരു ഹന്നയുണ്ടായിരുന്നു. Because we know that there was a Hannah who actually prayed behind him. പ്രതീക്ഷിക്കാത്ത നിലകളിൽ അവനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And we know that how beautifully God led Samuel. Praise the Lord. Hallelujah. ഒന്നാമത് അവൻ ഒരു വിശ്വാസ വീരനായി മാറി. And firstly Samuel was a warrior in faith. രണ്ടാമത് അവൻ ഒരു പ്രാർത്ഥനാ വീരനായി മാറി. And secondly he became a prayerful man or a prayer warrior. മൂന്നാമത് നമ്മൾ കാണുന്നത് അവൻ ഒരു വിശ്വസ്ത പ്രവാചകനായി മാറി. And thirdly we read here that Samuel was confirmed as a prophet of the Lord. Praise the Lord. Hallelujah. ഒരു ഭാഗത്ത് പറയുന്നത് അവൻ പറഞ്ഞതൊക്കെ ഒത്തുവരുന്നതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. And then we know that that one verse actually leads to another verse in Bible. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവിധലുണ്ടോ? ആമേൻ. തലമുറ പോകുന്ന പോക്ക് കണ്ടോ? And then if you are ready to pray, just see that how beautifully God blessed her child. എത്ര പേര് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന പേരൻസ് എന്നെ കേൾക്കുന്നവരെ തലമുറയുടെ ഉയർച്ച ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. And all those parents who pray hard for their children, remember that your children shall surely be honored. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പിൻതലമുറ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ
കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. How many of you believe that those who pray, God shall surely bless them with an offspring? പ്രാർത്ഥിച്ച ഹന്നായുടെ മകന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉയർച്ചകളെ ദൈവം അവന് ഒരുക്കുകയാണ്. Praise And the we Lord. know that Hannah prayed hard in Lord's presence, and then God honored Samuel. ആ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച കുഞ്ഞ് ഇപ്പോൾ ആരായി? അവൻ വിശ്വാസവീരനായി, അവൻ പ്രാർത്ഥനാവീരനായി, ഇപ്പോൾ ഒരു വിശ്വസ്ത പ്രവാചകനായി ദാൻ മുതൽ ബർശേബ വരെ അറിയപ്പെടുവാനിടയായി. And we know that Samuel, who was actually the fruit of Hannah's prayer, we know that he became a prayer warrior, he became a faith warrior, and he was confirmed as a prophet of the ഈ Lord. ദാൻ മുതൽ ബർശേബ വരെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്നാ It basically means that from one end of Israel to the other end, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി മാറി. that he was a well-renowned prophet. ആമേൻ. ശമൂവേൽ നമുക്ക് തരുന്ന ആമേൻ സ്തോത്രം അഞ്ചാമത്തെ ഒരു സന്ദേശമുണ്ട്. And we have a fifth lesson that Samuel teaches us. ഒന്ന് ശമൂവേൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. 7-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. ഒന്ന് ശമൂവേൽ 7-ാം അധ്യായം, ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 7 വേഴ്സ് 15-16, 17-15-16 വാക്യങ്ങൾ ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. Here we read that he continued as Israel's judge for the rest of his life. കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു പൈതൽ ഹല്ലേലൂയ അവന്റെ ജീവപര്യന്തം ന്യായപാലനം ചെയ്യുക. And here is a child of God who cried and prayed in Lord's presence. He was confirmed as a judge for the rest of his life. ആ പദത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ദൈവമക്കളെ. We know that these positions were of high importance. ന്യായപാലനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ന്യായപാലനം ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിച്ച ധാരാളം ന്യായാധിപന്മാരുണ്ടായിരുന്നു. We know that Lord had risen up several judges to judge over Israel. ഒന്നാമത്തെ ന്യായാധിപനായിരുന്നു ഒത്നിയേൽ. ഒന്നാമത്തെ ന്യായാധിപനായിരുന്നു ഒത്നിയേൽ. And Othniel was the first judge that God raised. നമുക്ക് കാണാം അവസാനത്തെ ന്യായാധിപനായിരുന്നു ശമൂവേൽ. And the last judge was Samuel. അങ്ങനെയാണെങ്കിൽ 15 ന്യായാധിപന്മാരാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ന്യായപാലനം ചെയ്തത്. And we know that there are 15 judges who judged over Israel. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശമൂവേലിന്റെ തുടക്കം മുതൽ അവസാനം വരെ അനുഗ്രഹമായിരുന്നു ദൈവത്തിന്. And from the end from the beginning till the end of his tenure, Samuel was a blessing for Israelites. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഓർക്കണം. ഇന്ന് പകൽ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ ആത്മീയ സന്ദേശമാണ്. പ്രാർത്ഥന വൃഥാവല്ല. പ്രാർത്ഥനയ്ക്ക് ഒരു പിൻതലമുറയുണ്ട്. You who pray for your child, you shed tears for your children, then you need to remember that your prayers will be answered, and you shall show your children, your offspring shall surely be blessed. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് മുതൽ സന്തോഷമുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പിൻതലമുറയുണ്ട്. And if you pray, you shall surely be blessed with an അവനെ ദൈവം offspring. പടിപടിയായി ഉയർത്തുവാൻ തുടങ്ങി. And God shall surely bless their offspring and honor them. ആമേൻ. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 29 വേഴ്സ് 30. ഒന്ന് ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 29 വേഴ്സ് 30, 29-ന്റെ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ആമേൻ. ദർശകനായ ശമൂവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ചത് ശമൂവേൽ ദൈവത്തിന് സ്തോത്രം ഒരു ന്യായാധിപൻ മാത്രമല്ല, നല്ല ഒരു എഴുത്തുകാരനും കൂടെ ആയിരുന്നു. And here through this verse we understand that Samuel was not only a prophet, however he was a good writer. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിലയിൽ അവൻ ഉയരുവാനിടയായി തീർന്നു. And God raised him so. ഹിസ്റ്ററിയാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുന്നത്. And in the book of Samuel we read all the historical events. കഥ എഴുതുന്നത് പോലെ ഹിസ്റ്ററി എഴുതാൻ പറ്റത്തില്ല. And you cannot write history as you write a story. ഹിസ്റ്ററി എഴുതണമെങ്കിൽ നന്നായി വായിച്ച് ഗ്രഹിച്ച് പഠിച്ചെങ്കിലേ ഹിസ്റ്ററി എഴുതാനൊക്കെ. And if you have to write down history, you have to actually have that knowledge and wisdom. നോക്ക്, അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനായി എഴുത്തുകാരനായി അവൻ പിന്നത്തേതിൽ മാറി. And he was also deemed as a well-known writer. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയ്ക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ കാണുന്നത്. And these are the blessings that God entrusts on those who pray. ശമൂവേലിന്റെ ജീവിതം പടിപടിയായി വരുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. And we know that step by step God blessed Samuel. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 9 വേഴ്സ് 22 കൂടെ വായിക്കാം. ഒന്ന് ദിനവൃത്താന്തം 9-29 വാക്യം. ഹല്ലേലൂയ. രക്തസാക്ഷ്യം. ഹല്ലേലൂയ. ഉമ്മരപ്പടിക്കൽ കാവൽക്കാരനായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശപ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. അവിടെ നമ്മൾ വായിച്ചു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ശമൂവേൽ ആരായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. And when we read that further, we understand who actually was Samuel. ശമൂവേൽ അവിടെ എഴുതിയിരിക്കും. വായിച്ചു വന്നാൽ ഇന്റർവ്യൂ ചെയ്യുന്ന, ഔദ്യോഗിക ഉദ്യോഗം കൊടുക്കുന്ന
പലരെ ഇന്റർവ്യൂ ചെയ്ത് ഉദ്യോഗത്തിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറി. We know that Samuel in the kingdom of David, we know he was kept as somebody who would recruit officials. Praise the Lord. Hallelujah. ദൈവം ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്റ്റെപ്പ് ആയിട്ട് ദൈവം ഉയർത്തുവാൻ തുടങ്ങി. And then we know that how this is how God blessed Samuel and honored him. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പിൻതലമുറയുണ്ട്. That you who pray to God, you shall surely be blessed with an offspring. നോക്കുക, ഒരു ഉദ്യോഗസ്ഥനായി അവൻ മാറുകയാണ്. And then you know that he was deemed as an officer who would recruit people. അനേകരെ ഉദ്യോഗത്തിൽ നിയമിക്കുന്ന പേരുകളാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. And then there we read all the officials that were appointed onto those positions. ദൈവം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി. We know that God changed Samuel's life. ഇന്ന് പകൽ ദൈവത്തിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ നാം പ്രതിഷ്ഠിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നാം അറിയാത്ത നിലകളിൽ ദൈവം അതിന്റെ പ്രവൃത്തി ചെയ്യും. When we dedicate ourselves or our children into Lord's presence, even without our knowledge, God shall work it out miraculously. Praise the Lord. Hallelujah. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പിൻതലമുറയുണ്ട്. And you who pray to God, you shall surely be blessed with an offspring who does so. അവവേദനയോടെ ദൈവത്തിന്റെ ആലയത്തിൽ ശീലോകിൽ വന്നപ്പോൾ ഇതൊന്നും അവൾ ആഗ്രഹിച്ചതല്ല. We know that when Hannah came into Shiloh to pray, she never expected these things to happen. അവൾ ദൈവസന്നിധിയിൽ നമസ്കരിച്ചെന്ന നമ്മൾ. However, we know she fell down to the ground and worshipped him. ശീലോവിൽ ദൈവത്തെ അവൾ ആരാധിച്ചു. And there she worshipped God. ആരാധനയിൽ അടങ്ങിയ അനുഗ്രഹമാണ്. And that turned out to be her blessing. ഇന്ന് പകൽ ആരാധനയിൽ നമ്മൾ അറിയാത്ത ചില അനുഗ്രഹങ്ങൾ കിടപ്പുണ്ട്. And when we worship God, we shall also be blessed similarly. നമ്മൾ അറിയാത്ത അനുഗ്രഹം, നമ്മൾ വരുന്നു ദൈവത്തെ ആരാധിക്കുന്നു മടങ്ങിപ്പോകുന്നു എന്നാൽ നമ്മൾ അറിയാതെ ആത്മീയ അനുഗ്രഹങ്ങൾ ആരാധനയിൽ കിടപ്പുണ്ട്. We come here, we worship God, we return back. However, without our knowledge, God is blessing us. അവൾ ആരാധന മുടക്കിയില്ല. And she did not stop her worship. വേദനയുടെയും ഭാരങ്ങളുടെയും നടുവിൽ അവൾ വേദനയോട് ആരാധനയ്ക്ക് കടന്നു വന്നു. And even during the problems and the sorrow that she had, she decided to come to worship the Lord. വളരെ നൊമ്പരത്തോടെ അവൾ ആലയത്തിൽ വന്ന കാലങ്ങളുണ്ടായിരുന്നു. And we know there were times when she came into God's house with sorrow. പിന്നത്തേതിൽ പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. However, later in her life, we know that God blessed her. അത് മാത്രമല്ല, അവൻ ഒരു പൈതലിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചെങ്കിൽ സ്തോത്രം ചോദിച്ചതിനേക്കാൾ വീണ്ടും ദൈവം അവൾക്ക് നൽകി. And she only prayed for one son or one child, but then we know that God blessed her with many others. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും തലമുറകളെ നൽകി ദൈവം മാനിച്ചതായിട്ട് And കാണാം. later we understand that God blessed her with many more children. ആ ഒരു തലമുറയ്ക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു ഹന്ന. And we know that she prayed for one son. എന്നാൽ ദൈവവചനം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെ എഴുതിയിരിക്കുന്ന വീണ്ടും തലമുറകളെ നൽകി ദൈവം മാനിച്ചു. But then we know that God blessed Hannah with many more children. ദൈവമേ, ഈ വിഷയം എങ്ങനെയും ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. Many a times we may think that, Lord, just this one thing, let me get through this. ഇപ്പോൾ ഇതിനൊരു വിടുതൽ തന്നാൽ മതി എന്ന് And ചിന്തിക്കും. we may think that, Lord, I just need this one miracle, just this one deliverance. ഈ വിഷയം കഴിഞ്ഞിട്ട് മതി എന്ന് പലരും And ചിന്തിക്കാറുണ്ട്. many times you think that I'll keep everything else aside. I just need the deliverance for this one thing. എന്നാൽ പൗലോസ് പറഞ്ഞത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ദൈവം തരുമെന്നാണ്. However, just as Paul said that whatever we believe, we expect, he's able to bless us more than that. നമ്മൾ പ്രാർത്ഥിച്ച ഒരു കണ്ണുനീരും വൃഥാവായി പോവുകയില്ല. And when you shed tears, it shall not be in vain. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന്റെ നടുവിലുണ്ട്? If you believe that, ചില ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ണുനീര് അങ്ങ് ഒഴുക്കും, നമ്മൾ അറിയയില്ല ആ കണ്ണുനീരെല്ലാം ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. and when we have to face those trials, we would cry, but then we don't remember that God actually stores our tears. ആ കണ്ണുനീര് ആമേൻ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഔദ്യോഗികമായി ഉദ്യോഗസ്ഥനായി ശമൂവേൽ മാറി. And we know that because of those tears, because of the tears of his mom, he turned out to be a great officer who used to recruit people. ഒരിക്കലും ഇസ്രായേലിന്റെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ പൊസിഷൻ വഹിക്കുമെന്നൊന്നും ഹന്ന ചിന്തിച്ചില്ല. And Hannah would have never thought that Samuel would actually sit in that high position or be an official. അവിടെ എഴുതിയിരിക്കുന്ന പേരുകൾ അനേകരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥനായി ദൈവം അവനെ ഉയർത്തി. But we know that there God made Samuel to stand as a person, as an official who would recruit others. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ബലമാണ്. So if you pray, that will be your strength. നമ്മുടെ പ്രാർത്ഥന വൃഥാവല്ല. Your prayer is not in vain. നമ്മുടെ കണ്ണുനീർ വൃഥാവല്ല. Your tears are not in vain. ദൈവസന്നിധി സമയം ചെലവഴിക്കുന്ന വൃഥാവല്ല. You spend time in God's presence, ഇന്ന് it's പകൽ not in ഭാരത്തോടെ vain. കടന്നു വന്നിരിക്കുന്നതെങ്കിലും And if you have come here with great sorrow, നിശ്ചയമായ ഒരു മറുപടി ഇതിന്റെ പിന്നിൽ കിടപ്പുണ്ട്. that God shall surely answer your prayer. ഇപ്പോൾ അത് മറഞ്ഞിരിക്കുന്നെങ്കിലും അത് മറനീക്കി തരുന്ന സമയമുണ്ട്. Though it is hidden in your eyes, but there's a time when God is going to reveal that in front of you. നീ കണ്ണുനീരോടെ കടന്നു വരുന്നെങ്കിലും ഇതിനെല്ലാം മറനീക്കി ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. And God is ready to here to deliver you and with a miracle. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്? How many of you believe that? വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. And if you believe that, just praise God. എന്റെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തും. That God shall change
change my situations. എന്റെ തലമുറയുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തും. God shall bless my children. എന്റെ കണ്ണുനീര് വൃഥാവായി My പോകുകയില്ല. tears will not go in vain. എന്റെ കണ്ണുനീര് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരും. And it shall reap good things for me. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു മറുപടിയാണ് ദൈവത്തിന്റെ സ്തോത്രം. And God is going to bless you with an ഈ answer. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില കടമ്പകൾ കടക്കാൻ പോകുകയാണ്. And when you continue to pray, God is going to increase you. വിശ്വസിക്കുന്നവരുടെ മക്കൾ ദൈവത്തെ സ്തുതിച്ച് If you ആരാധിക്കാം. believe that, just praise നിന്റെ God. ജീവിതത്തിൽ ചില കടമ്പകൾ കടക്കുന്ന And മാസങ്ങളാണ്. these are the months when you're going to cross some steps. പ്രാർത്ഥിക്കുന്നവർ ചില കടമ്പ് കടക്കുന്ന And you are മാസങ്ങളാണ്. going to cross some obstacles. ഔദ്യോഗികമായ ചില സ്ഥാനക്കയറ്റങ്ങൾ തരുന്ന മാസങ്ങളാണ്. In your workplace, God is going to promote you. ഇന്ന് പലരെ നോക്കി ദൈവാത്മാവ് പറയുന്ന പലരുടെ സ്ഥാനക്കയറ്റം തരുന്ന മാസങ്ങളാണെന്നാണ്. In the coming months, God is going to promote you. ഞാൻ ഊരിയാടാതെ ഊമനായിരുന്നു. And then I was as a dumb person. എന്റെ സങ്കടം പൊങ്ങി വന്നു. And however sorrow എന്റെ will ധ്യാനത്തിങ്കൽ increase. തീ കത്തി. And then God ഞാൻ was നാവെടുത്ത് pleased. സംസാരിച്ചു. And I decided to talk. ആ വിഷയത്തിന്റെ മറുപടി വരുമ്പോൾ നാവെടുത്ത് സംസാരിപ്പാനിടയായി തീരും. And when God shall answer your prayer, you shall confess it with your mouth as a miracle. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ In the പോകുകയാണ്. coming months, God is going to do that for you. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിച്ച് How ആരാധിക്കാൻ many of you കഴിയും? can worship ചില God? വിടുതലിന്റെ മാസങ്ങളാണ്. This is a month of deliverance. ചില പുതിയ കുടുംബങ്ങൾ കടന്നു വരുന്ന ദിവസങ്ങളാണ്. And these are the months when God is going to bring new families. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കാൻ പോകുകയാണ്. And if you believe it is going to happen through you, ഈ ഉപവാസ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറിയിരിക്കുക. this fasting has truly been turned into a ഇന്ന് മകൾ കടന്നു blessing. വന്നപ്പോൾ ദൈവാത്മാവ് പറയുന്നത് ആത്മാക്കളെ ദൈവം തരുന്ന ദൈവമാണെന്നാണ്. And God is going to give new souls to our church. വിശ്വസിക്കുന്ന വിശ്വാസത്താൽ സ്തോത്രം ചെയ്യാം. And if you believe, if you have that faith, just praise God. ശൗമേൽ വിശ്വാസ വീരനായിരുന്നെങ്കിൽ We know that Samuel was a faith ഞാൻ warrior. വിശ്വാസ വീരനായി മാറാൻ പോകുകയാണ്. And let us also be that warrior in ശൗമേൽ faith. പ്രാർത്ഥനാ വീരനായിരുന്നെങ്കിൽ And if Samuel was a prayer warrior, ഇന്ന് മുതൽ തീരുമാനം പുതുക്കുന്ന ദൈവമക്കൾ കരങ്ങൾ വെച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. and if you decide to refresh your determination, പ്രാർത്ഥനയ്ക്ക് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. that if you say that, Lord, I'm going to change the way I പ്രാർത്ഥനാ pray, സ്റ്റൈൽ ഒന്ന് മാറ്റാൻ I'm പോകുകയാണ്. going to change the style of my prayer. പ്രാർത്ഥനാ സ്റ്റൈൽ മാറ്റിയാൽ ദൈവം നിന്റെ അടുക്കൽ വിടുതലായി കടന്നു വരാൻ പോകുകയാണ്. And if you do that, God shall send His deliverance. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. And your hope, you shall not be ashamed. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം And വരികയില്ല. you will not be disappointed. രാമാന ദൈവം അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. And God has already done that miracle. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കാൻ പോകുകയാണ്. And if you believe that it shall happen through ഈ you, മാസം ചില വിടുതലുകൾ നടക്കാൻ and പോകുകയാണ്. this month itself, God is going to do that deliverance. ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിൽ കയറുന്നത് പോലെ ചില കുടുംബങ്ങൾ കയറാൻ പോകുന്നു എന്ന് ദൈവം And God is going to bless some families that they would go one step higher. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. And He's a God of miracles. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. And let us submit ourselves for ഒരു നിമിഷം prayer. നമ്മെ തന്നെ സമർപ്പിക്കാം. Let us submit ourselves for നമുക്ക് prayer. എഴുന്നേറ്റ് നിൽക്കാം. Let us stand. കർത്താവിന്റെ ദാസൻ തുറന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് And now I request Pastor Barry to come കർത്താവിന്റെ ദാസൻ forward. മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് Request Pastor Barry to lead us. ഒരു ലൈൻ പാട്ട് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഭരിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഭരിക്കും രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവനാവൻ വല്ലഭൻ. വിടുതലിന്നും പ്രാപിക്കാം, വിടുതലിന്നും പ്രാപിക്കാം. എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ
വിടുതൽ ഇന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഈ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ ഇന്നും പ്രാപിക്കാം, വിടുതൽ ഇന്നും പ്രാപിക്കാം, വിടുതൽ ഇന്നും പ്രാപിക്കാം, വിടുതൽ ഇന്നും പ്രാപിക്കാം. ഓ രാമ ഹല്ലേലൂയ ശബദ. Things that God has promised you, and you've been holding on, but it hasn't changed. As I look out over this congregation, I see faces, and I see that spirit of disappointment. But I want to give you just a brief word of encouragement. Just as the seasons come and go, we've passed the halfway point and we'll be going back into winter. But I want to say to you joyfully that the winter experience that you've had has now changed. You will now come into a springtime. Notice I said springtime and not summer. It is a time when life begins again. The seed has been sown. It's there, but it's waiting to come forth. And I believe that your Heavenly Father would say to you today, the seed is there and it's going to grow, because that which it needs to grow, the sun, the rain, and all other kinds of things, the hardness is gone, the softness is coming, and the seed is now going to grow. And it's going to bring forth life. It is the life of God. Be careful to give God honor and praise when you see the first fruits come. When you see the buds beginning, or the shoots rather, beginning before the bud. That's going to be your experience. I speak that word over you right now, the word of encouragement. Your winter is finished, the spring is coming. Amen? Father, I pray right now for every soul in this congregation, those present and those not present. For those who weep and mourn, we pray that you'd comfort them. For those, Lord, that have been disappointed for so long, you'd lift that spirit of heaviness. Speak a word of encouragement. Let it become real, I pray, to your people right now. And may we all rejoice together as we give thanks to God for this time of fellowship. Bless our pastor and his family, Lord. Thank you for the musicians and their ministry, for those who are doing the sound system. And most of all, thank you for your presence. Now, Lord, I pray you'd keep people safe as they journey. I pray, Lord, you'd watch over them, and let ere tomorrow comes, let them know that Jesus is alive and that your Spirit is with us. For we all ask it in Jesus' name. And all God's Spirit and all God's other people said, Amen, and praise the Lord. Give the Lord a hand clap.